മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി താനൂർ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിയന്തര യോഗം ചേർന്നു. താനൂർ MLA PK നവാസിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. താനൂർ MLA PK നവാസ് അധ്യക്ഷനായി. പ്രത്യേകിച്ച് സാധാരണക്കാരും കർഷകരുമായ ആളുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു നിയോജക മണ്ഡലം എന്ന രീതിയിൽ സ്വാഭാവികമായി ഇതിനെതിരെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞവുമായി ബന്ധപ്പെട്ട അവരെ അവബോധത്തിൽ കൊണ്ടുവരികയും അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കാൻ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് ജനപ്രതിനിധികൾ എന്ന രീതിയിലും ഉദ്യോഗസ്ഥർ എന്ന രീതിയിലും നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യോഗം നമ്മൾ വിളിച്ചു ചേർക്കപ്പെടുന്നത്. ഇവിടെ എല്ലാ പഞ്ചായത്തിലെയും ജനപ്രതിനിധികളുണ്ട്, എല്ലാ പഞ്ചായത്തിലെയും HIമാരുണ്ട്. അപ്പൊ ആദ്യം HIമാരുടെ റിപ്പോർട്ടിംഗ് നിലവിൽ എന്തെല്ലാം നടന്നുവെന്നും ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും HIമാരുടെ റിപ്പോർട്ടിംഗ് വന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളായ പ്രസിഡന്റുമാരെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളോ കൂട്ടിച്ചേർത്താൽ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ആതിര, JD ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ബിബിൻ ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ നൌഷാദ് പറപ്പൂത്തടം, നഗരസഭാ ചെയർപേഴ്സൺ നസ്ല ബഷീർ, വൈസ് ചെയർപേഴ്സൺ MP അഷറഫ്, താനാളൂർ പഞ്ചായത്ത് അധ്യക്ഷൻ അസ്കർ, ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷ നസ്രീൻ മണ്ണിങ്ങൽ, നിറമരുതൂർ പഞ്ചായത്ത് അധ്യക്ഷ പ്രേമ, ചെറിയമുണ്ടം, പൊന്മുണ്ടം, ഉഴൂർ പഞ്ചായത്ത് അധ്യക്ഷർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ. വീണ്ടും ഒരു മഹാ മിഡ് നൈറ്റ് സെയിലുമായി മയൂരി. ഏപ്രിലിനെ ഏറ്റവും വലിയ ചരിത്ര സംഭവമാക്കി മാറ്റാൻ 25 മുതൽ 5 ദിവസത്തേക്ക് കേരളത്തിലെ മുഴുവൻ മാർക്കറ്റിനെയും വെല്ലുവിളിച്ചുകൊണ്ട് വമ്പൻ വിലക്കുറവിന്റെ 5 ദിനരാത്രങ്ങൾ വരുന്നു. ഇത് വീടുകൾ പുതുക്കാൻ, പഴയതൊക്കെ മാറ്റിയെടുക്കാൻ, പുത്തൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്ന ദിവസങ്ങൾ. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഉപകരണങ്ങൾ വേറെ ആര് തരും ഈ വിലക്കുറവ്?